ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് സംസാരിക്കാൻ പോണത് PCODയെ കുറിച്ചും പിന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് എൻ്റെ ചില അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങളിത് വലിയ ഒരു ഇതുമായിട്ട് ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഒരു കൂട്ടുകാരി അവരുടെ കഥ, അവരുടെ സ്വന്തം ജീവിതം പറയുന്നത് ആ ഒരു ലാഘവത്തോടെ ഇത് കേട്ടാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയേനെ ഈ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാനൊരു PCOD കാരിയായിരുന്നു. എനിക്ക് അന്നേ അറിയാമായിരുന്നു PCOD പ്രശ്നം എനിക്കുണ്ടായിരുന്നെന്ന്. അപ്പം അന്നത്തെ കാലത്ത് അമ്മയൊന്നും ഗൈനിയിലൊന്നും ഒന്നും ആരും കാണിക്കത്തില്ലല്ലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം തടിക്കാൻ തുടങ്ങി. ഒരുപാട് ഏകദേശം കല്യാണത്തിന് ഒരു 63, 64 കിലോ വെയിറ്റേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങ് ശരീരം അങ്ങ് വീർക്കാൻ തുടങ്ങി. വീർത്ത് 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 ഒരു 80 അത്ര ഭയങ്കര വെയിറ്റായി തുടങ്ങി. പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് അവിടുത്തെ 6 മാസമായപ്പോഴേ ചോദ്യങ്ങൾ തുടങ്ങി. ഇങ്ങനെ ഈ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ ജോലി സ്ഥലത്ത് വന്നു. ജോലി സ്ഥലത്ത് വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും ഒക്കുന്നില്ല. പിന്നെ ഞാൻ ഡൽഹിയിലെ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ടിങ് ചെയ്തു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഒരു വർഷമായപ്പോൾ തന്നെ, കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായപ്പോൾ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യം തുടങ്ങി ഫസ്റ്റ് IUI എനിക്ക് ചെയ്തു. IUI എന്ന് പറയുന്നത് തന്നെ 6-7 ഇഞ്ചക്ഷൻ ഉണ്ട്. നമുക്കൊക്കെ എഗ്ഗ് റപ്ചർ ആവാത്ത പ്രശ്നമല്ലേ PCODക്കാർക്ക്. അപ്പോൾ ഈ റപ്ചർ ആവാൻ വേണ്ടി HMG അങ്ങനെ എന്തോ പേരുള്ളൊരു ഇഞ്ചക്ഷനാണ് വെക്കുന്നത്. ഇഞ്ചക്ഷൻ വെച്ച് ഞങ്ങൾ അന്ന് രാജസ്ഥാനിലായിരുന്നു. അപ്പം ഞങ്ങളന്ന് ഡൽഹി വന്ന് ഹോട്ടലിലൊക്കെ തങ്ങി ഇഞ്ചക്ഷനൊക്കെ അടിച്ച് IUI ഒക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട് നമുക്ക്. ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയില്ല എന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് ഗ്രോത്ത് ഇല്ല. അത് അബോഷനായിപ്പോയി. അബോഷനൊക്കെ ഒരു വലിയ കടമ്പായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വന്നു ആ ഒരു അബോഷൻ തന്നെ. രണ്ടാമത് ഞാൻ IUI ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ട് ട്വിൻസായിരുന്നു. അതെനിക്ക് 5-ാം മാസത്തിൽ പോയി. അത് ഡെലിവറി ചെയ്ത് പോയതാണ്. അപ്പോൾ അതും പോയി. അത് കഴിഞ്ഞ് വിഷമിച്ചിരുന്ന് പിന്നെയും ഞാൻ വിട്ടില്ല, ട്രീറ്റ്മെൻറ്റും വിട്ടില്ല. അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പിന്നെ IVFന് പോയി. IVF എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് PCODക്കാർക്ക് IVFൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ PCODയുടെ എഗ്ഗ് എല്ലാം ചെറുതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ IVFൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എല്ലാ എഗ്ഗും വലുതായി. എഗ്ഗെല്ലാം ഏകദേശം ഒരുപാട് എഗ്ഗായി. എഗ്ഗ് എടുത്ത് മാറ്റി ഫ്രീസ് വെച്ചപ്പോൾ തന്നെ ആ എഗ്ഗ് ഇരുന്നിടത്ത് എന്തോ വെള്ളം എന്തോ നിറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു വർഷം എടുത്തെൻ്റെ ഒരു IVFന് കടമ. അതായത് എല്ലാ മാസവും പീരീഡ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം, ഇഞ്ചക്ഷൻ അടിക്കും, അൾട്രാസൗണ്ടിന് ശേഷം അവർ പറഞ്ഞാൽ ലൈനിങ് ആയില്ല. അങ്ങനെ ഒരു വർഷം ഞാൻ കണ്ടിന്യൂസ് എല്ലാ മാസം, ഈ മാസത്തിൽ നമുക്ക് പീരീഡ് ആവത്തില്ലല്ലോ. മാല എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് കഴിച്ചാലേ പീരീഡ് ആവത്തുള്ളൂ. മാല കഴിക്കും, പീരീഡ് ആവും, ഹോസ്പിറ്റലിൽ പോവും, ലൈനിങ് ഇല്ല. മാല കഴിക്കും, പീരീഡ് ആവും. അങ്ങനെ ഏകദേശം ഒരു വർഷം എടുത്ത്. ലൈനിങ് എന്ന് വെച്ചാൽ എന്തോ ഒരു 7 മുകളിൽ വരണം, എന്നാലേ നമുക്ക് ആ എഗ്ഗ് തിരിച്ചു വയ്ക്കത്തുള്ളൂ. അങ്ങനെ ലൈനിങ് ആവുന്നില്ല, തിരിച്ചു വന്നു. അങ്ങനെ ഒരു വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ ഹോസ്പിറ്റലിൽ പോയ ഉടനെ മടുത്ത് എന്ന് പറയുന്നവരുടെ വിചാരിച്ചിരിക്കുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് അത് ഫെയിലായിപ്പോയി. കുറച്ച് 2 മാസം റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സെക്കൻഡ് IVFും ചെയ്തു. അതും ഇതുപോലൊരു ലോങ് പ്രോസസ്സായിരുന്നു. ഒരു 1.5 വർഷം എടുത്ത് അതും ശരിയായില്ല. ഏകദേശം ഒരു 89-90 കിലോ വെയിറ്റ് ഉണ്ട് എനിക്ക്. അപ്പം എന്നെ ചികിത്സിച്ച ഡോക്ടർ പോസ്റ്റിങ് പോകാറായപ്പോഴത്തേക്ക് മാം എന്നെ ലാസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യുന്ന റൂമിൽ നിങ്ങൾക്കറിയാലോ, ആ ബെഡ് ഇച്ചിരി ഉള്ളൊരു ബെഡല്ലേ, നമ്മൾ അകത്തെ ഡോക്ടറിൻ്റെ അടുത്ത് അൾട്രാസൗണ്ട് ചെയ്യത്തില്ല അവിടുത്തെ. അപ്പം ഞാൻ ആ ബെഡിൽ കിടന്നപ്പം ബെഡ് കുലുങ്ങാൻ തുടങ്ങി. അപ്പം മാം ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ബേട്ടാ ഇതുപോലെ ജിമ്മിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമവും ശരിക്കും സങ്കടം വന്നു. എൻ്റെ വീട്ടിൽ ആരും, ഏട്ടൻ്റെ വീട്ടിലും പ്രശ്നമില്ല, എൻ്റെ ഹസ്ബൻഡിനും പ്രശ്നമില്ല. പക്ഷെ അമ്മയാവുമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹമല്ലേ ഇല്ലേ? നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും ഇല്ലേ അമ്മയാവണമെന്ന് ആഗ്രഹം? അത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പിന്നെയുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി. എന്നാൽ അന്നത്തെ ചിന്താഗതി എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം മഞ്ജു വാര്യരുടെ ഒരു വിജനതയിൽ എന്ന് പറയുന്നൊരു ഫിലിം കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പാർക്ക് വന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പറിനകത്തൊരു എയറോബിക്സ് ജൂമ്പ എന്ന് പറയുന്നൊരു പരസ്യം കണ്ടു. അന്ന് തന്നെ ഞാൻ അത് ജോയിൻ ചെയ്തു. എയറോബിക്സിന് രാവിലെ അല്ല, വൈകിട്ട് ഈവനിങ് ക്ലാസ്സിന് പോയി. ഈവനിങ് ക്ലാസ്സിന് ഞാൻ എയറോബിക്സിന് 2-3 ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയിട്ട് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് ആ ഒരു വിയർത്തിരിക്കുമ്പോൾ ആ ഒരു കാറ്റ് കിട്ടത്തില്ലേ നമുക്ക്, അതിൽ നിന്ന് എന്തൊക്കെയോ എനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, എൻ്റെ ശരീരത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഞാൻ അന്നൊന്നും കണ്ണാടി പോലും നമ്മൾ നോക്കത്തില്ല. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആകെ ഒരു ഡിപ്രഷനും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഫേസ് പോലും കണ്ണാടി പോലും നോക്കത്തില്ല. മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ.
എനിക്ക് എന്നെ തന്നെ അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാനങ്ങ് അതൊരു വാശിയായിട്ട് എടുത്തു. എൻ്റെ ഹസ്ബൻഡ് ഓരോ ദിവസം കൂടുമ്പോൾ പറയും നല്ലതാവുന്നുണ്ട് നല്ലതാവുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വാശിയായിട്ട് വന്നു. പിന്നെ ഞാൻ രാവിലെ 5 മണിക്ക് ജോഗിങ്ങിന് പോവും. രാവിലെ 5 മണി തൊട്ട് ഒരു ഏകദേശം 6 മണി വരെ ജോഗിങ് കഴിയും. ഫുഡ് ഞാൻ അന്ന് പറഞ്ഞില്ലേ വീഡിയോസിൽ, അതുപോലെ ഒരു ദോശ, കുറേ കറി, ഉച്ചയ്ക്ക് സാലഡുകൾ, പിന്നെ നിങ്ങൾ ഈ ആപ്പിള്, ഈ പഴങ്ങൾ ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങളുടെ വയറങ്ങ് വീക്കും. മനസ്സിലായില്ലേ? നമ്മുടെ വയറ് വീത്താൽ മതി എങ്ങനെയെങ്കിലും. ഇതിൽ മുട്ട അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ഫുഡ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഓയിൽ കാണരുത്, നമ്മൾ കാർബോഹൈഡ്രേറ്റും കാണല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. ഒണിയനൊക്കെ ഇഷ്ടംപോലെ കഴിച്ചു. കട്ട് ചെയ്ത് സാലഡിനകത്തെ ഒരുപാട് കുക്കുംബർ, ഓണിയനൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറങ്ങ് വീക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യം. പക്ഷേ മാങ്ങ കഴിച്ചാൽ തടിക്കുമെന്ന് പറയുന്ന അന്നിവിടെ മാംഗോയുടെ സീസൺ ആയിരുന്നു. ഞാൻ ശരിക്കും മാങ്ങ വെട്ടി കഴിക്കുമായിരുന്നു. എനിക്ക് വയറും വീക്കുമായിരുന്നു. എനിക്കൊന്നും തടിയൊന്നും കൂടിയിട്ടൊന്നുമില്ല. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 5 മാസം കൊണ്ട് ഇതേപോലെ ഞാൻ കണ്ടിന്യൂസ് ചെയ്ത് ഒരു 20-25 കിലോ വെയിറ്റ് എൻ്റെത് കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ബ്രസ്റ്റ് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ബ്രസ്റ്റ് പെയിനാണെന്ന്. ഞാൻ ആദ്യം നോക്കിയത് ഗൂഗിളിൽ ഫസ്റ്റ് കിടന്നതെന്ന് വെച്ചാൽ ഏർലി പ്രഗ്നൻസി. ഞാൻ പറഞ്ഞു അതല്ല, ഏർലി പ്രഗ്നൻസി എന്തായാലും അല്ല. സെക്കൻഡ് കിടന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. ഞാൻ വെച്ചു അത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, അത് ഉറപ്പാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, സ്കിപ്പിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ചിട്ട്, ചെറിയ പിള്ളേരാണെങ്കിൽ സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ചിട്ട് ആദ്യം ഒരു 10 പ്രാവശ്യം ചെയ്യണം. നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം നമുക്ക് 20 പ്രാവശ്യം. ഞാൻ ഒറ്റയടിക്ക് 200 ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇൻസ്പിറേഷൻ കൂടി ഒരു 200 പെട്ടെന്ന് ചെയ്യാം. എനിക്കൊന്ന് സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ 2 സൈഡിലെ എഗ്ഗൊക്കെ റപ്ചർ ആവാൻ നല്ലതാണെന്ന് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അനുഭവം അതാണ്. ഞാൻ സ്കിപ്പിങ്ങും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞിട്ട് ഞാൻ അന്നങ്ങനെ ബ്രസ്റ്റ് പെയിൻ വന്നിട്ട് നേരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന്. നമ്മൾ എന്തിനാ സ്കാൻ ചെയ്യുന്ന? കാരണം സ്കാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം എനിക്ക് പീരീഡ് കിട്ടിയിട്ട് 6 മാസമായി. അപ്പം ഞാൻ 6 മാസം പ്രഗ്നൻസി ആണെങ്കിൽ എൻ്റെ വയറ് ഇത്രയും വേണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്ന് അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു അത് പറ്റത്തില്ല, സ്കാൻ ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്യാൻ വെടിക്കേട് കിടന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് 11 വീക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് കുട്ടിക്ക്. അതിൻ്റെ തലേ ദിവസവും ഞാൻ ഇതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഓട്ടവും ചാട്ടവും സ്കിപ്പിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 11 ആഴ്ച വീക്കുണ്ടെന്ന്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1-ാം വർഷം മുതൽ 8 വർഷം വരെ ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ ഒരു ദിവസം പോകുമ്പോഴേ മടുത്തു എന്ന് പറയുന്നവരോടാ പറയുന്നത്. 8 വർഷം വരെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു 6 മാസം എന്തായാലും ഗ്യാപ്പ് കാണുമല്ലോ. ഒരു 6 മാസം നിങ്ങളൊന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഈ ഡയറ്റിങ്ങും ജിമ്മും എന്തെങ്കിലും എറോബിക്സും 1000 രൂപ ചിലവാക്ക്. നമ്മൾ സുന്ദരികളും ആവത്തില്ലേ. അപ്പം നിങ്ങൾ ജിമ്മും ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ധൈര്യം ഒരു 2-3 പീരീഡ് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രോബ്ലം ഓക്കെ ആവും. 2-3 പീരീഡ് അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം കഴിയും. പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവാനായിട്ട് 1-2 വർഷം കഴിഞ്ഞവരോട് ഞാൻ പറയാം, അവരും ഈ ട്രീറ്റ്മെൻറ്റിന് പോണതിന് നിങ്ങൾക്ക് ഈ വെയിറ്റ് കുറയ്ക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. വെയിറ്റ് കുറച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും കുറച്ച് പോസിറ്റീവായിട്ട് കിട്ടും. മനസ്സിലായി? നമുക്ക് ഈ എഗ്ഗ് റപ്ചർ ആവാത്തതല്ലേ ഈ PCODക്കാരുടെ പ്രശ്നം. അപ്പം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് റപ്ചർ ആവും എഗ്ഗേ. അപ്പം നിങ്ങളതൊന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ചിലർ ഈ PCODയിൽ വലിയ സംഭവമായിട്ട് അങ്ങനെ PCODക്കാർക്ക് ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും ദേഷ്യം വരത്തില്ലേ? ഈ കൊച്ചുങ്ങളെ കൊല്ലുന്നതും വല്ലവരുടെയൊക്കെ കൂടെ പോകുന്നതും ഒക്കെ PCODക്കാരാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ദേഷ്യവും വികാരങ്ങൾ വരും. പിന്നെ നമ്മൾ PCODക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹെയർ ഗ്രോത്ത് കൂടുതലാണ്. അപ്പോൾ അതിനിപ്പം ബ്യൂട്ടി പാർലറിൽ ചെന്ന് 200 രൂപ ചിലവാക്കിയാൽ അതും ഇതാവും. അതുകൊണ്ട് PCODക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ PCODക്കാർ ഇനി കല്യാണം കഴിച്ചാൽ എന്താവും? നമുക്ക് PCOD ആയതുകൊണ്ട് കല്യാണം കഴിക്കുന്നത് നമുക്കറിയാം. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളെ ഈ എൻഡോമെട്രിയോസ് കാര്യങ്ങളൊന്നും കല്യാണം കഴിച്ചതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് PCOD വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസും ഡയറ്റിങ്ങും ചെയ്താൽ ഇത് മാറുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടായി, ഡെലിവറി നോർമലായിരുന്നു, ഒരു പ്രശ്നങ്ങളും എനിക്കില്ലായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. സെക്കൻഡ് കുട്ടി ഉണ്ടായി, 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നോർമലായിട്ട് ഞാൻ കൺസീവായി. ഫസ്റ്റ് ഞാൻ നോർമലായിട്ട് കൺസീവായി, സെക്കൻഡ് ഞാൻ നോർമലായിട്ട് കൺസീവായി. ഒരു മെഡിസിനും എടുത്തില്ല, ഒന്നും എടുത്തില്ല. വെയിറ്റ് ഇപ്പം തന്നെ എൻ്റെ വെയിറ്റ് കുറഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പം PCOD എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് PCOD ഒരു വലിയ സംഭവമായിട്ടൊന്നും കാണാൻ വേണ്ട. നിങ്ങൾ ഡയറ്റിങ്ങും എക്സസൈസും ചെയ്താൽ ഈ സാധനത്തെ നമുക്ക് തൂത്തെറിയാവുന്ന സാധനമേ ഉള്ളൂ. മനസ്സിലായല്ലേ? അപ്പോൾ ഇത് എല്ലാവരും കാണുക.
കുട്ടികളില്ലാത്തവർ ഒരു തരത്തിലും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനും ഈ ഒരു വെയിറ്റ് കുറയ്ക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടുക. നിങ്ങൾ എന്ത് സംശയം വേണമെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുക. കാരണം ഞാൻ തന്നെയാണ് സാക്ഷി, ഞാൻ തന്നെയാണ് ഇതിൻ്റെ തെളിവ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ. ബൈ. താങ്ക് യു സോ മച്ച്.